KPSTയുടെ മാറ്റുലി ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മാറ്റുലി എന്ന പേരിൽ പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ സ്വീകരണ പരിപാടിയുടെ ഉദ്ഘാടനമാണ് പുനലൂരിൽ നടന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്ര മാറ്റുലി എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജാഥയുടെ കൊല്ലം ജില്ലയിലെ ഉദ്ഘാടനമാണ് പുനലൂരിൽ നടത്തിയത്. ജില്ലാ അതിർത്തിയായ പത്തനാപുരം കല്ലുകടവിൽ നിന്നുമാണ് ജാഥയെ വരവേറ്റത്. അഞ്ചൽ, പുനലൂർ, ചടയമംഗലം ഉപജില്ലകളുടെ നേതൃത്വത്തിലായിരുന്നു പുനലൂർ ചെമ്മന്തൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ജാഥയ്ക്ക് വരവേൽപ്പ് നൽകിയത്. KPCC നിർവാഹക സമിതി അംഗം ജ്യോതികുമാർ ചാമക്കാല ജില്ലയിലെ സ്വീകരണ പരിപാടി പുനലൂരിൽ ഉദ്ഘാടനം ചെയ്തു. ഭാഗമായി വന്നു. ഞാൻ നിരവധി വിഷയങ്ങളിൽ 4-5 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കേരളത്തിലെ നിർബന്ധമാക്കുന്നതിനെ സംബന്ധിച്ച് എന്താണ് ഇല്ലാത്തതെന്ന് സ്വാഭാവികമായി നിങ്ങളുടെയൊക്കെ മനസ്സിൽ വന്നതാണ്. 2027 കേരളത്തിൽ പാസ്സായാലും വീട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അതായത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് പറയേണ്ടി വരും. കാരണം ഇത്രയും കാലം ജോലി ചെയ്ത് നമ്മൾ സർവീസിൽ കയറുമ്പോൾ ഒരു നിബന്ധനയില്ലാത്ത നിബന്ധന ഇപ്പോൾ അടിച്ചേൽപ്പിച്ചാൽ അത് സുപ്രീം കോടതിയുടെ വിവിധ നിബന്ധനകളാണെന്ന് നമുക്കറിയാമെങ്കിലും അതിനെതിരെ നൽകാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാർ മുന്നിലുള്ള കാര്യം സർക്കാർ മറക്കാതെ നന്നായി. എല്ലാ അധ്യാപകർക്കും നിയമനാംഗീകാരവും ജോലി സംരക്ഷണവും ഉറപ്പാക്കുക, നിഷേധിച്ച ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും ഉടൻ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, 9-10 ക്ലാസുകളിൽ 1:40 അനുപാതം നടപ്പാക്കുക, അശാസ്ത്രീയമായ സ്കൂൾ സമയമാറ്റം പിൻവലിക്കുക, ഉച്ചഭക്ഷണ തുക വർദ്ധിപ്പിക്കുക, ആലോചനയില്ലാതെ പ്രഖ്യാപിച്ച ഉച്ചഭക്ഷണ മെനു പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാറ്റുലി എന്ന പേരിൽ പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. KPST നേതാക്കളെ കൂടാതെ അഡ്വക്കേറ്റ് SC സഞ്ജീവ് ഖാൻ, A ഹാരിസ്, B റോയി തുടങ്ങിയവർ ജാഥാ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഈ രണ്ട് പ്രതിസന്ധികളും അതിജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ നിലനിൽപ്പുമായി പ്രവർത്തിക്കേണ്ടത് വിദ്യാഭ്യാസ മേഖലയാണ്. ആ വിദ്യാഭ്യാസ മേഖല വികലവും തച്ച് തകർത്ത് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് LDFന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തി മുമ്പോട്ട് പോകുന്നത്. ഈ വികലമായ വിദ്യാഭ്യാസ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KPSTയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മാറ്റുലി എന്ന പേര് കൊടുത്തുകൊണ്ട് ജാഥ കടന്നു വരുന്നത്. ഇത് സംസ്ഥാനത്തിന് ഒരു മാറ്റുലി ഉണ്ടാക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ ആത്മഹത്യയിലേക്കും നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ തച്ചു തകർന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഈ സമൂഹത്തിന് പുതിയ ദിശാബോധം നൽകുന്നതിന് ഈ മാറ്റുലി KPSTയിലേക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.